നമ്മൾ നോക്കാൻ പോകുന്നത് എ ട്രൂലി ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യമേ ജീനിയസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന ആൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ പറയുന്നത്. നമുക്ക് നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ വാസ് ബോൺ ഓൺ 14 March 1879 in the German city of Rome without any indication that he was destined for greatness. On the contrary, his mother thought Albert was a freak. To her, his head seemed much too large. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്നത് 14 March 1879 ഒരു ജർമ്മൻ സിറ്റിയിലാണ്. ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ താനൊരു മഹാനായ ആളാണെന്ന ഒരു ഇൻഡിക്കേഷനും ഇല്ലാതെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മദർ ആദ്യം തന്നെ വിചാരിച്ചിരുന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഫ്രീക്കാണ്. ഫ്രീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അൺയൂഷ്വൽ ബിഹേവിയറുള്ള ഒരാളാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഒന്ന് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഹെഡ് വളരെ വലുതായിരുന്നു. At the age of 2.5, Einstein still wasn't talking. When he finally did learn to speak, he uttered everything twice. Einstein did not know what to do with other children, and his playmates called him Brother Bory. So the youngster played by himself. Much of the time, he especially loved mechanical toys. Looking at his newborn sister Maja, he said to have said, "Fine, but where are her wheels?" അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ 2.5 വയസ്സ് വരെയൊന്നും സംസാരിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പിന്നീട് സംസാരിക്കാൻ പഠിച്ചപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും 2 തവണ പറയുമായിരുന്നു. അദ്ദേഹത്തിന് ബാക്കിയുള്ള ചിൽഡ്രൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്നോ അതൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലേമേറ്റ്സ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് ബ്രദർ ബോറിങ് എന്നാണ്. അദ്ദേഹം ഒരുപാട് മെക്കാനിക്കൽ ടോയ്സിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ന്യൂബോൺ സിസ്റ്റർ മജ ജനിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്, ഫൈൻ ബട്ട് വേർ ആർ ഹെർ വീൽസ്, അതായത് അവരുടെ ചക്രങ്ങൾ എന്തിയെ എന്ന് ചോദിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. A headmaster once told his father that what Einstein chose as a profession wouldn't matter because he will never make a success at anything. Einstein began learning to play the violin at the age of 6 because his mother wanted him to. He later became a gifted amateur violinist, maintaining the skill throughout his life. But Albert Einstein was not a bad pupil. He went to high school in Munich, where Einstein's family had moved when he was 15 months old, and scored good marks in almost every subject. Einstein hated the school regimentation and often clashed with his teachers. At the age of 15, Einstein felt so stiffed there that he left the school for good. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീൻ ഏത് പ്രൊഫഷൻ എടുക്കുന്നു എന്നുള്ളത് ബാധകമല്ല, കാരണം അദ്ദേഹം ഒന്നിനും സക്സസ് ആവാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ഐൻസ്റ്റീനെ കുറിച്ച് പറഞ്ഞത്. ഐൻസ്റ്റീൻ ഏകദേശം 6 വയസ്സുള്ളപ്പോൾ മുതൽ വയലിൻ പഠിക്കാൻ തുടങ്ങുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ മദറിൻ്റെ ആവശ്യപ്രകാരമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഒരു ഗിഫ്റ്റഡ് അമച്ചർ വയലിനിസ്റ്റായി മാറി, അതായത് പ്രൊഫഷണൽ അല്ലാത്ത ഒരു വയലിനിസ്റ്റായി മാറി. ഈ സ്കില്ല് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തുന്നുണ്ട്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെ ഒരു മോശം കുട്ടിയൊന്നും അല്ലായിരുന്നു. അദ്ദേഹം മ്യൂണിച്ചിലെ സ്കൂളിലാണ് പഠിച്ചത്. അതായത് അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോഴാണ് ഐൻസ്റ്റീൻ്റെ ഫാമിലി മ്യൂണിച്ചിലേക്ക് താമസം മാറ്റിയത്. അവിടെയുള്ള സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. എല്ലാ സബ്ജക്റ്റിലും ഉയർന്ന മാർക്കുകൾ അദ്ദേഹം വാങ്ങി. പക്ഷേ അദ്ദേഹം സ്കൂളിൽ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ലോസ് ഒന്നും ഇഷ്ടപ്പെട്ടിരുന്ന ആളൊന്നും അല്ലായിരുന്നു. ഡിസിപ്ലിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ട ആളല്ലായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സുമായിട്ട് ഒരുപാട് ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 15-ാം വയസ്സിൽ എന്ത് ചെയ്തു, ആൽബർട്ട് ഐൻസ്റ്റീൻ ആ സ്കൂളിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. The previous year, Albert's parents had moved to Milan and left their son with relatives. After prolonged discussion, Einstein got his wish to continue his education in German-speaking Switzerland in a city which was more liberal than Munich. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം ആൽബർട്ടിൻ്റെ പാരൻസ് മിലാനിലേക്ക് താമസം മാറിയിട്ടുണ്ടായിരുന്നു. ആൽബർട്ടിനെ അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് അവർ മിലാനിലേക്ക് താമസം മാറ്റിയത്. അവസാനം ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ആൽബർട്ടിൻ്റെ ആഗ്രഹം പോലെ ജർമ്മൻ സ്പീക്കിംഗ് ആയ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആൽബർട്ടിന് പഠിക്കാൻ അനുവാദം കിട്ടി. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് മ്യൂണിച്ചിനേക്കാളും ഒരുപാട് ലിബറലായ, ഒരുപാട് ഫ്രീഡമുള്ള ഒരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഐൻസ്റ്റീൻ വാസ് ഹൈലി ഗിഫ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇൻട്രസ്റ്റഡ് ഇൻ ഫിസിക്സ്. ആൻഡ് ആഫ്റ്റർ ഫിനിഷിംഗ് സ്കൂൾ ഹി ഡിസൈഡ് ടു സ്റ്റഡി അറ്റ് എ യൂണിവേഴ്സിറ്റി ഇൻ Zurich, but science wasn't the only thing that appealed to the dashing young man with the walrus mustache. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ ഫിസിക്സിലൊക്കെ വളരെ ടാലൻറ്റഡായ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഫിനിഷ് ചെയ്തതിന് ശേഷം അദ്ദേഹം സൂറിച്ചിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ
സയൻസ് മാത്രമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു വാൽറസ് മൊസ്റ്റാച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാൽറസ് മൊസ്റ്റാച്ച് മീശയുടെ സ്റ്റൈലൊക്കെ വളരെ ഫേമസ് ആണ്. വാൽറസ് മൊസ്റ്റാച്ചുള്ള ആ യങ് മാന് സയൻസ് മാത്രമല്ല അപ്പീലിംഗ് ആയിട്ട് തോന്നിയത്. He also felt special interest in a fellow student, Mileva Marik, whom he found to be a clever creature. This young Serb had come to Switzerland because the university in Zurich was one of the few in Europe where women could get degrees, and she saw in her an ally against the Philistines. Those people in his family and at the university with whom he was constantly at odds. The couple fell in love. Letters survey in which they put their affection into words, mixing science with tenderness, wrote Einstein, "How happy and proud I shall be when we both have brought our work on relativity to a victorious conclusion." അപ്പോൾ സയൻസിൽ മാത്രമല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ ഒരു കൂടെ പഠിച്ച മിലേവ മാരിച്ച് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയിലും ആകൃഷ്ടയായി. അപ്പോൾ അവർ സെർബിയയിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കാരണം അവിടെ സൂറിച്ചിലെ യൂണിവേഴ്സിറ്റിയിൽ വിമൻസിന് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. പക്ഷേ വേറെ യൂറോപ്പിലെ ചില യൂണിവേഴ്സിറ്റിയിലൊന്നും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ടാണ് അവർ സെർബിയയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ വന്ന് പഠിച്ചത്. അപ്പോൾ അവർ ഇഷ്ടത്തിലാവുകയും അവർ സയൻസുമായിട്ട് മിക്സ്ചർ ചെയ്ത് ആണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. "ഹൗ ഹാപ്പി ആൻഡ് പ്രൗഡ് ഐ ഷാൾ ബി വെൻ വി ബോത്ത് ഹാവ് ബ്രോട്ട് അവർ വർക്ക് ഓൺ റിലേറ്റിവിറ്റി ടു എ വിക്ടോറിയസ് കൺക്ലൂഷൻ." അതായത് നമ്മുടെ റിലേറ്റിവിറ്റി തിയറിയിലെ പരീക്ഷണം വിക്ടോറിയസ് ആയിട്ട് പൂർത്തിയാക്കാൻ പറ്റിയത് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പൂർത്തിയാക്കാൻ പറ്റിയാൽ ഞാൻ വളരെ സന്തുഷ്ടനും അഭിമാനിക്കുകയും ചെയ്യുന്നുവെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് എഴുതിയിട്ടുണ്ട്. In 90,000, at the age of 21, Albert Einstein was a university graduate and unemployed. He worked as a teaching assistant, gave private lessons, and finally secured a job in 1902 as a technical expert in the patent office in Bern. While he was supposed to be assessing other people's inventions, Einstein was actually developing his own idea in secret. He is said to have jokingly called his desk drawer at the work the Bureau of Theoretical Physics. അപ്പോൾ 1900 21 ആൽബർട്ട് ഐൻസ്റ്റീൻ അതിൻ്റെ യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ പൂർത്തിയാക്കി. ഒരു അൺഎംപ്ലോയിഡ് ആയിരുന്നു അദ്ദേഹം അപ്പോൾ. അതിനുശേഷം ഒരു ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ട് പ്രൈവറ്റ് ലെസൺസ് ഒക്കെ എടുത്തു കൊടുത്തു. 1902 അദ്ദേഹം ഒരു പേറ്റൻറ്റ് ഓഫീസിൽ ബേണിൻ്റെ ഒരു പേറ്റൻറ്റ് ഓഫീസിൽ ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഇൻവെൻഷൻസ് പരിശോധിക്കുന്നതിനോടൊപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ സ്വന്തമായിട്ടൊരു ഐഡിയാസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ബ്യൂറോ ഓഫ് തിയററ്റിക്കൽ ഫിസിക്സ് എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത്രയ്ക്ക് ഫിസിക്സിനോടും തിയററ്റിക്കൽ ഫിസിക്സിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. One of the famous papers of 1905 was Einstein's special theory of relativity, according to which time and distance are not absolute. Indeed, two perfectly accurate clocks will not continue to show the same time if they come together again after a journey, if one of them have been moving very fast relative to the other. From this followed the world's most famous formula which describes the relationship between mass and energy. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയ പേപ്പറുകളിൽ ഒന്നെന്ന് പറയുന്നത് 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ടൈം ഡിസ്റ്റൻസും ഒരിക്കലും ആബ്സല്യൂട്ട് അല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ക്ലോക്കുകൾ ഒരേ സമയം കാണിക്കുന്നുണ്ടെങ്കിലും അവരൊരു ട്രാവലിന് ശേഷം വന്നാൽ ചിലപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടായേക്കാം എന്നൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു തിയറി ബേസ് ചെയ്താണ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ഫോർമുല തന്നെ, അതായത് മാസും എനർജിയും തമ്മിൽ കാണിക്കുന്ന റിലേഷൻഷിപ്പ് കാണിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ഫോർമുല E=mc² തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നത്. While Einstein was solving the most difficult problems in physics, his private life was unraveling. Albert Einstein had wanted to marry Mileva right after finishing his studies, but his mother was against it. She thought Mileva, who was 3 years older than her son, was too old for him. She was also bothered by Mileva's indulgence. She's a book like you, his mother said. Einstein put the wedding off. അദ്ദേഹം ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എന്താണ് ഒന്ന് അൺട്രാവലിംഗ് അല്ലെങ്കിൽ പരാജയപ്പെടാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠിത്തം കടഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് മിലവയെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മദർ അത് ഒപ്പോസ് ചെയ്തു. കാരണം മിലവ ആൽബർട്ട് ഐൻസ്റ്റീനേക്കാൾ 3 വയസ്സ് മൂത്തതായിരുന്നു. അതുമാത്രമല്ല മിലവയുടെ ഇൻ്റലിജൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമല്ലായിരുന്നു. കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മിലവയും ആൽബർട്ട് ഐൻസ്റ്റീനെ കണക്ക് ഒരു ബുക്കാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു ഐൻസ്റ്റീൻ പുട്ട് ദ വെഡ്ഡിങ് ഓഫ്.
pair finally married in January 1903 and had 2 sons, but a few years later the marriage faltered. Mileva, meanwhile, was losing her intellectual ambition and becoming an unhappy housewife. After years of constant fighting, the couple finally divorced in 1919 and Einstein married his cousin Elsa the same year. അപ്പോൾ അവർ അവസാനം ജനുവരി 1903 വിവാഹം കഴിക്കുന്നുണ്ട്. അവർക്ക് 2 ആൺമക്കൾ ജനിച്ചു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഈ മാരേജ് ഫാൾട്ടഡ് ആയി, അല്ലെങ്കിൽ ഫെയിൽഡായി. മിലർവ കാരണം അവരുടെ ഇൻ്റലക്ച്വൽ അംബീഷൻ ഉപയോഗിച്ച് ഒരു അൺഹാപ്പി ഹൗസ് വൈഫ് ആവാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നത്. അവസാനം ഒരുപാട് ഫൈറ്റുകൾക്ക് ശേഷം 1919 അവർ ഡിവോഴ്സ്ഡായി. പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ കസിനായ എൽസയെ വിവാഹം കഴിച്ചു ആ വർഷം തന്നെ. ഐൻസ്റ്റീൻസ് ന്യൂ പേഴ്സണൽ ചാപ്റ്റർ coincided with his rise to world fame. In 1915, he had published his general theory of relativity, which provided a new interpretation of gravity. An eclipse of the sun in 1919 brought proof that it was accurate. Einstein had correctly calculated in advance the extent of which the light from fixed stars would be deflected through the sun's gravitational field. The newspaper proclaimed his work as a scientific revolution. അതായത് അദ്ദേഹത്തിൻ്റെ പുതിയ പേഴ്സണൽ ചാപ്റ്ററിൻ്റെ കൂടെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വേൾഡ് ഫെയിം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. 1915 അദ്ദേഹം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ചെയ്തു. അതായത് അതിന് പുതിയൊരു മാനം തന്നെ, ഗ്രാവിറ്റിക്ക് പുതിയൊരു ഇൻ്റർപ്രിട്ടേഷൻ തന്നെ കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ സൂര്യൻ്റെ എക്ലിപ്സിനെ സംബന്ധിച്ചിടത്തോളം 1919 നടത്തിയ പഠനവും ഇതിനെ ശരിവയ്ക്കുന്നതായിരുന്നു. അവസാനം ഐൻസ്റ്റീൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അതായത് ബാക്കിയുള്ള നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം സൂര്യൻ്റെ ഈ ഫോഴ്സ് കാരണം ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കൂടി പറഞ്ഞു. അത് ന്യൂസ് പേപ്പറുകൾ പറഞ്ഞത് തന്നെ ഒരു സയൻറ്റിഫിക് റെവല്യൂഷനായിട്ടാണ് ന്യൂസ് പേപ്പേഴ്സ് തന്നെ അതിനെ പ്രൊക്ലെയിം ചെയ്തത്. Einstein received the Nobel Prize for Physics in 1921. He was showered with honor and invitations from all over the world and loaded by the press. അപ്പോൾ അദ്ദേഹത്തിന് 1921 ഫിസിക്സിലെ നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ ചടങ്ങുകൾക്കും ഇൻവിറ്റേഷൻസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ഹോണേഴ്സ് കിട്ടിയിട്ടുണ്ട്. പ്രസ്സും അദ്ദേഹത്തിന് ഒരുപാടോളം പുകഴ്ത്തിയിട്ടുണ്ട്. When the Nazis came to power in Germany in 1933, Einstein emigrated to the United States. 5 years later, the discovery of nuclear fission in Berlin had American physicists in an uproar. Many of them had fled from fascism just as Einstein had, and now they were afraid the Nazis would build and use an atomic bomb. അപ്പോൾ നാസീസ് ജർമ്മനിയിൽ അധികാരം ഏറ്റെടുത്തത് വഴി 1933 ഐൻസ്റ്റീൻ എന്ത് ചെയ്തു, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് എമിഗ്രേറ്റ് ചെയ്യപ്പെട്ടു. ന്യൂക്ലിയർ ഫിഷൻ, ബെർലിനിൽ നടന്ന ന്യൂക്ലിയർ ഫിഷൻ വഴി ഈ നാസീസ് ചിലപ്പോൾ അറ്റോമിക് ബോംബ് ഉണ്ടാക്കാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുകയും ചെയ്തു. At the urging of a colleague, Einstein wrote the letter to the American President Franklin D. Roosevelt on 2nd August 1933 and 39, in which he warned a single bomb of this type exploded in a port might very well destroy the whole port together with some of the surrounding territory. His words did not fail to have an effect. The Americans developed the atomic bomb in a secret project of their own and dropped it on the Japanese cities of Hiroshima and Nagasaki in August 1945. അപ്പോൾ ഐൻസ്റ്റീൻ അതിന് ശേഷം 1939 ഓഗസ്റ്റ് 2 ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഇതുപോലൊരു ബോംബ് എന്ത് ചെയ്യാൻ ഇട്ടാൽ ഒരു പോർട്ടിൽ ഒരു സ്ഥലത്തിട്ടാൽ ആ പോർട്ട് തന്നെയും അതിൻ്റെ ചുറ്റുമുള്ള ടെറിട്ടറി തന്നെ നശിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു അറ്റോമിക് ബോംബ് ഡെവലപ്പ് ചെയ്തു. ഒരു സീക്രട്ട് മിഷൻ വഴി, സീക്രട്ട് പ്രോജക്റ്റ് വഴി സ്വന്തമായിട്ടൊരു അറ്റോമിക് ബോംബ് അമേരിക്കൻസ് ഡെവലപ്പ് ചെയ്തു. അത് ജാപ്പനീസ് സിറ്റീസായ ഹിരോഷിമയിലും നാഗസാക്കിലും 1945 ഓഗസ്റ്റിൽ ബോംബാർഡ് ചെയ്യുകയും ചെയ്തു. Einstein was deeply shaken by the extent of the destruction. This time he wrote a public missive to the United Nations. In it he proposed the formation of a world government. Unlike the letter to Roosevelt, this one made no impact. But over the next decade, Einstein got ever more involved in politics, agitating for an end to the arms build-up and using his popularity to campaign for peace and democracy. അപ്പോൾ ഈ തൻ്റെ കത്തിൻ്റെയും അതിനുശേഷം ഉണ്ടായ ഇൻവെൻഷൻസിൻ്റെയൊക്കെ ഡിസ്ട്രക്ഷൻ ആൽബർട്ട് ഐൻസ്റ്റീനെ ഒരുപാട് ഷേക്ക് ചെയ്യപ്പെടുത്തി.
അതിനുശേഷം അദ്ദേഹം ഒരു തുറന്ന കത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് എഴുതുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഒരു വേൾഡ് ഗവൺമെൻറ് ഫോർമേഷൻ. പക്ഷേ റൂസ്വെൽറ്റിന് എഴുതിയ കത്തിൻ്റെ പോലെ അത്ര അധികം ഇമ്പാക്റ്റ് ഒന്നും ഇതുണ്ടാക്കിയില്ല. പിന്നെ അടുത്ത ഡെക്കേഡിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ കുറച്ചുകൂടെ പൊളിറ്റിക്സിലേക്ക് ഇൻവോൾവ് ചെയ്തു. ഒരു സമാധാനം, പീസിൻ്റെയും ഡെമോക്രസിയുടെയും ഇമ്പോർട്ടൻസ് അദ്ദേഹം തൻ്റെ ക്യാമ്പയിൻസിലൂടെയൊക്കെ പറയുന്നുണ്ട്. When Einstein died in 1955 at the age of 76, he was celebrated as a visionary and world citizen as much as his scientific genius. അപ്പോൾ ഐൻസ്റ്റീൻ 1955 തൻ്റെ 76ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ അദ്ദേഹം ഒരു വേൾഡ് സിറ്റിസണായിട്ടും ഒരു സയൻറ്റിഫിക് ജീനിയസുമായിട്ട് എല്ലാവരാലും വിശേഷിക്കപ്പെട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.